ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധിയെ ഹൈക്കോടതി റദ്ദാക്കി. ഓർത്തഡോക്സ് വിഭാഗത്തിന് തിരിച്ചടിയാണ് കോടതി വിധി. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട് 7 അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പള്ളികളുടെ ഭരണവും കൈവശവും സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവുകളാണ് അപ്പീലിൽ ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ മധ്യസ്ഥതയ്ക്ക് കോടതി പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ പള്ളിത്തർക്ക വിഷയം കടുത്ത പ്രതിസന്ധിയാണ്. ഇതിൽ സർക്കാരിന് ഇടപെടാം എന്ന് കോടതി പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ കോടതി നീക്കത്തിന്റെ ഭാവി എന്തായിരിക്കും? കോടതി നിരീക്ഷണം, നീക്കങ്ങൾ എന്തായിരുന്നു? സജിത്ത്, നമുക്കെല്ലാവർക്കും അറിയും, ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് വളരെയധികം കാലത്തെ തന്നെ പഴക്കമുണ്ട്. പെട്ടെന്ന് അത് പരിഹരിച്ചു പോകാൻ കഴിയുന്നൊരു കാര്യവുമല്ല. അപ്പം അത് തന്നെയാണ് സർക്കാർ ഇന്ന് കോടതിയിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ പറയാം. കാരണം സർക്കാർ ഇതിൽ പറഞ്ഞത് ഏതാണ്ട് 1000-ലധികം പള്ളികൾ വിഷയങ്ങളുണ്ട്, പരിഹരിക്കപ്പെടാനുണ്ട്. അപ്പോൾ ഈ 6 പള്ളികളുടേത് മാത്രമായിട്ട് ഇപ്പോൾ അതിനെ കാണാനാവില്ല. അവിടെയാണ് സർക്കാരിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് ഒരു പ്രായോഗിക തലമുണ്ടെന്നും അത്തരം ചർച്ചകൾ തുടരാമെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടി ഒഴിവാക്കാനുള്ള ഈ ശ്രമങ്ങൾ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചും വിലയിരുത്തിയുമാണ് സർക്കാരിൻ്റെ മധ്യസ്ഥതയ്ക്ക് പച്ചക്കൊടി കാണിക്കാൻ ഹൈക്കോടതി തീരുമാനിക്കുകയും സർക്കാരിന് അത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന രീതിയിലേക്ക് കോടതി പറയുകയും ചെയ്തു. അപ്പോൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തത് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് സർക്കാരിന് പരിമിതിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാം, ഈ സങ്കീർണതകൾ ഒഴിവാക്കാൻ സർക്കാരിന് കടന്നു വരാവുന്നതാണ്, കടന്നു ചെല്ലാവുന്നതാണ് എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 6 പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 റിട്ട് പെറ്റീഷനുകളാണ് ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത്. 1934 ഭരണഘടനാ പ്രകാരമുള്ള, അതായത് ഈ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങളുമായി, സഭാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അനുശാസിക്കുന്നവർക്ക് ഈ പള്ളികളിലേക്ക് കടന്നു ചെല്ലാനും അതിൽ ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗമാണ് കോടതിയെ സമീപിക്കുന്നത്. സിംഗിൾ ബെഞ്ച് അവർക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതനുസരിച്ച് പാലക്കാട് ജില്ലയിലെ 3, എറണാകുളം ജില്ലയിലെ 2, അതോടൊപ്പം കൊല്ലം ജില്ലയിലെ 1 പള്ളി, അങ്ങനെ 6 പള്ളികളിലാണ് ഈ രീതിയിലേക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടാവുന്നത്. ഇതിനെതിരെയാണ് റിട്ട് പെറ്റീഷനുമായിട്ട് യാക്കോബായ വിഭാഗം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. കാരണം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് സങ്കീർണതകളുണ്ടാക്കും, വിഷമങ്ങളുണ്ടാക്കും. നിലവിൽ യാക്കോബായ വിഭാഗത്തിൻ്റെ അധീനതയിലുള്ള പള്ളികളാണ്. അവിടേക്ക് ഈ രീതിയിലേക്ക് ഒരു അനുകൂല ഉത്തരവുണ്ടാകുമ്പോൾ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യാക്കോബായ വിഭാഗം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഇതിൽ തിങ്കളാഴ്ച ഉത്തരവ് പറയാനായിട്ട് ഹൈക്കോടതി തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ, ചില കാര്യങ്ങൾ സർക്കാർ ഇക്കാര്യങ്ങളിൽ നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഉണർത്തിച്ചു. അപ്പോൾ എന്താണ് ആ നീക്കങ്ങൾ എന്ന് കോടതി അറിയിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം കോടതി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത്. 2 സഭാവിഭാഗത്തിൻ്റെയും മേലധ്യക്ഷന്മാരുമായിട്ട് തന്നെയാണ് ഇത് സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇരുവിഭാഗത്തെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇത് വലിയ രീതിയിലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് ഒരു സമവായത്തിൻ്റെ സാധ്യത എന്ന രീതിയിലേക്കാണ് സർക്കാർ കടന്നു ചെല്ലുന്നത് എന്നത് കോടതിക്ക് മുൻപാകെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ചർച്ച ചെയ്തിരുന്ന കാര്യം, എങ്ങനെ സുപ്രീം കോടതി വിധിയടക്കം നടപ്പാക്കാൻ കഴിയും, എങ്ങനെ ഈ ആരാധന സ്വാതന്ത്ര്യമടക്കമുള്ള കാര്യങ്ങൾ നിലനിർത്താൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടും എന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ യാക്കോബായ വിഭാഗത്തിന് ഒരു അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഡിവിഷൻ ബെഞ്ചിൽ അവരുടേതാണ് റിട്ട് പെറ്റീഷനുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ സിംഗിൾ ബെഞ്ച് വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി അത് നിരാകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ യാക്കോബായ വിഭാഗം കൊടുത്ത റിട്ട് പെറ്റീഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ചർച്ചകളുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. സജിത്ത, അതാണ് സാഹചര്യം. എന്തായാലും ഇത് പള്ളിത്തർക്കം, 1 നൂറ്റാണ്ട് പിന്നിടുന്ന പള്ളിത്തർക്ക കേസിൽ സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ്. പക്ഷേ ഇത് മറ്റ് ചില തർക്ക കേസുകളുമായി ബന്ധപ്പെട്ട് കൂടി ഇപ്പോൾ 6 പള്ളികളുടെ തർക്ക വിഷയമാണ് വരുന്നത്. എന്തായാലും ഹൈക്കോടതി ഇടപെടലുകൾ കോടതി വിധികൾക്കപ്പുറമുള്ള ഒരു പരിഹാരമാണെങ്കിൽ ഉണ്ടാവേണ്ടത്. അത് കഴിയുമോ സർക്കാരിന് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.